Good morning. Welcome to our online class. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്റർ അങ്ങനെ കഴിഞ്ഞു. അതിലുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് എടുത്ത് തന്നു അല്ലേ? എല്ലാവരും നന്നായിട്ട് അതിലുള്ള ഓരോ ടോപ്പിക്കും നന്നായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം ഇൻ്റഗ്രലിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ഇൻ്റഗ്രൽസിൻ്റെ അപ്ലിക്കേഷൻസ്. വെറുതെ ഇങ്ങനെ ഇൻ്റഗ്രൽ എടുത്താൽ പോരല്ലോ, എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് കൂടെ അറിയണ്ടേ. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽ എവിടൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ 7 ചാപ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിലെ 2ാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇൻ്റഗ്രൽ നന്നായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് പിന്നെയും പറയുകയാണ്, നന്നായിട്ട് അത് വാച്ച് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ 3 ടോപ്പിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഏരിയ അണ്ടർ എ സിമ്പിൾ കർവ്. ഏരിയ അണ്ടർ എ സിമ്പിൾ കർവ്. ഒരു സിമ്പിൾ കർവിൻ്റെ ഏരിയ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ 2 സിമ്പിൾ കർവ് അല്ലെങ്കിൽ ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ്. ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ്. 2 കർവിനിടയിലുള്ള ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അഗെയിൻ ഏരിയ ബിറ്റ്വീൻ എ കർവ് ആൻഡ് ദ ലൈൻ. ഒരു ലൈനും ഒരു കർവും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനിടയിലുള്ള ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയുള്ള 3 ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ്, സിമ്പിളാണ്. സിമ്പിൾ ആവണമെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ എന്താണെന്ന് അറിയണം. അത്ര മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ഇൻ്റഗ്രൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. പഠിക്കണം. കരുതിയാൽ മാത്രം പോരാ, അത് വിശ്വസിക്കാൻ നിങ്ങൾ തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ. അതിൽ ഫസ്റ്റ് ടോപ്പിക് അപ്ലിക്കേഷൻ ഏരിയ അണ്ടർ സിമ്പിൾ കർവ്. ഏരിയ അണ്ടർ സിമ്പിൾ കർവ്. ഒരു സിമ്പിൾ കർവിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു കർവാണെങ്കിലും അത് എക്സ് ആക്സിസിനായിട്ടും വൈ ആക്സിസിലും വരാം, നെഗറ്റീവ് എക്സ് ആക്സിസിലും നെഗറ്റീവ് വൈ ആക്സിസിലും വരാം അല്ലേ. അപ്പോൾ അത് 2 ഭാഗത്ത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ പറയുന്നത് നോക്കാം. ഏരിയ അണ്ടർ സിമ്പിൾ കർവ്. ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് അപ്പോഴേ നമുക്കറിയാം അത് ഏത് ആക്സിസിലായിരിക്കും, എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന കർവ് ഏതിൽ, ദെൻ എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻസ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. എക്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, എക്സ് എ ടു ബി, എൻ്റെയും ബിയുടെയും ഇടയിലുള്ള is given by the formula A area equal to integral A to B y into dx. എക്കും ബിക്കുമാണ് അതിൻ്റെ ഇൻ്റർവെൽ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഇൻ്റർവെൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെന്ന്. അപ്പോൾ അതന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിലാണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. വൈ എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് തന്നെ. അതാണ് ഇവിടെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതിൻ്റെ നോക്കിയാ പിക്ചർ ഒന്ന് നോക്കാം. ഇൻ്റഗ്രൽ ഉണ്ടോ, എക്സ് ആക്സിസ് ദെൻ വൈ ആക്സിസ്, ഇവിടെ എ. ഈ ലൈനാണ് എക്സ് ഈക്വൽ ടു എ. ദെൻ ഈ ലൈനാണ് എക്സ് ഈക്വൽ ടു ബി. എക്സ് ഈക്വൽ ടു എ എന്ന ലൈൻ, എക്സ് ഈക്വൽ ടു ബി എന്നുള്ളത്. അപ്പോൾ നോക്കുക, ദെൻ ഈ കർവാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന കർവ്. ഈ ഒരു സ്ട്രിപ്പ് കണ്ടോ, ഇതിനെയാണ് നമ്മൾ അതിനൊരു രണ്ടിന് കർവിൻ്റെ കാരണം ചേഞ്ച് ചെയ്യുമ്പോൾ കർവിനെ ഇതുവരെ വന്ന് ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വരും.
അപ്പോൾ അതിനിടയിലുള്ളതാണ് ഈ ഒരു ഡി എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അതുപോലെ തന്നെ വൈ ആക്സിസിലുള്ളതിന് എന്താണെന്ന് പേര് പറയുന്നത് നോക്കിയാൽ ഇതിനൊരു പേര് പറയും. ഇതിനെ ഏരിയ ഓഫ് എലമെൻ്ററി സ്ട്രിപ്പ് എന്നാണ് പറയുന്നത്. ഈ ഒരു ലൈനിനാണ്, ഈ ഒരു ചെറിയൊരു ഇതിനാണ് എലമെൻ്ററി സ്ട്രിപ്പ് കേട്ടോ. ഇനി ഇവിടെ വൈ ആക്സിസിൽ നമുക്ക് നോക്കാം. ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കാർ എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ. വൈയിലുള്ളതാണ് എക്സ് ഈക്വൽ ടു phi of y comma y axis and the lines y equal to c and y equal to d is given by the formula area equal to integral c to d x into dy or integral c to d x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ phi of y into dy. അപ്പോൾ ഇവിടെ നോക്കാം, ഇത് കണ്ടോ, ഇത് എക്സ് ആക്സിസിലായിരുന്നു, ഇവിടെ എന്താ വരുന്നത്, ഇത് രണ്ടും വൈ ആക്സിസിലാണ്. ഇത് സി എന്ന പോയിന്റാണ്, ഇതിവിടെ ഡി എന്ന പോയിന്റാണ്. അപ്പോൾ ഇവിടുത്തെ കർവ് ഏതാ, എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ അല്ലെങ്കിൽ ഫൈ ഓഫ് വൈ എന്നും കൊടുക്കാം. ഇനി അങ്ങനെ വേണമെങ്കിലും ആവാം. നമ്മളിവിടെ ഫൈ ആണല്ലോ എടുത്തിരിക്കുന്നത് അല്ലേ, ഫൈ ഓഫ് വൈ. അപ്പോൾ വൈ ഈക്വൽ ടു സി എന്ന ലൈൻ, വൈ ഈക്വൽ ടു ഡി എന്ന ലൈൻ, ഈ ഒരു എലമെൻ്ററി സ്ട്രിപ്പാണ് ഡി വൈ, ദെൻ ഈ ലൈനാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു ഡി ദെൻ ഫൈ ഓഫ് വൈ ഇൻറ്റു ഡി വൈ. ഇത്രയാണ് ചെയ്യാനുള്ളൂ. ഏറ്റവും സിമ്പിളാണ്. ഒരു കർവ് എന്താണോ തന്നിരിക്കുന്നത് അതിൽ നിന്നും എക്സ് ആണോ, എക്സ് ആക്സിസിലാണെങ്കിൽ എക്സ് ഇൻറ്റു ഡി എക്സ്, എക്സ് ഇൻറ്റു ഡി എക്സ്, സോറി എക്സ് അല്ല വൈ ഇൻറ്റു ഡി എക്സ്. എക്സ് ആക്സിസിലാകുമ്പോൾ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്, വൈ ആക്സിസിലാകുമ്പോൾ എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവെൽ എന്താണെന്നുള്ളത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനും കഴിയും. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, എക്സ് ആക്സിസിലുള്ള തരുകയാണെങ്കിൽ, ഇപ്പം ഡി എക്സ് വെച്ച് തരുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിലുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ വൈ ഡി എക്സ് ആണ്, വൈ ആക്സിസിലാണെങ്കിൽ എക്സ് ഡി വൈ ആണ്. ആ ഒരു ഡിഫറൻറ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ എന്താണ് പറയുന്നത്, ഏരിയ അണ്ടർ സിമ്പിൾ കർവ് ഇൻ്റഗ്രൽ എക്കും ബിക്കും ഇടയിലാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എക്സ് ഇൻറ്റു ഡി വൈ ഓർ ഇൻ്റഗ്രൽ സി ടു ഡി, ഇനി അവിടുത്തത് അപ്പുറത്ത് സി ടു ഡി ആണെങ്കിൽ സി ടു ഡി വൈ ഇൻറ്റു ഡി എക്സ്, എക്സ് ഇൻറ്റു ഡി വൈ ഓർ വൈ ഇൻറ്റു ഡി എക്സ്. മറക്കരുത്, എക്സിൻ്റെ കൂടെ ഡി വൈ ആണ്, വൈയുടെ കൂടെ ഡി എക്സ് ആണ്. അപ്പോഴാണ് നമുക്കത് ചെയ്ത് വരുമ്പോൾ ശരിയാവും. ഓക്കെ, അപ്പോൾ മറക്കരുത്, ഏരിയ അണ്ടർ സിമ്പിൾ കർവ് ഏതാ വരുന്നത്, ഇൻ്റഗ്രൽ എ ടു ബി എക്സ് ഇൻറ്റു ഡി വൈ ഓർ ഇൻ്റഗ്രൽ സി ടു ഡി വൈ ഇൻറ്റു ഡി എക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. Find the area enclosed by the circle x square plus a square, x square plus y square equal to a square. അതറിയാമല്ലേ, നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ ആണെന്നുള്ളത്. സർക്കിളിൻ്റെ ഏതൊക്കെയാ വരുന്നത്, ഒറിജിൻ എന്തായിട്ട് വരുന്നതാണ് 0 0 അല്ലേ. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയുന്നതാണ് ഇതിൻ്റെ എക്സ് മൈനസ് എച്ച്, എച്ചിൻ്റെ അവിടെ എന്താ വരുന്നത് 0, അതുകൊണ്ടാണ് അവിടെ എക്സ് സ്ക്വയർ ആയത്. ദെൻ വൈ മൈനസ് 0, ഇവിടെ റേഡിയസ് എത്രയാ എ, അതാണ് ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ, ദെൻ ആർ ഇസ് ഈക്വൽ ടു എ. അപ്പം ഇതിൻ്റെ ഏരിയയാണ് നമ്മൾ കാണേണ്ടത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇതാ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ ഒരു സർക്കിളിൻ്റെ മുഴുവനായിട്ടുള്ളൊരു ഏരിയ കാണണം. അപ്പോൾ അതിപ്പോൾ നമുക്ക് 4 പോർഷനായിട്ടാണ് കിടക്കണം അല്ലേ. അപ്പോൾ ഒന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഏരിയ കണ്ടിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏരിയ കിട്ടിയെന്ന് പറഞ്ഞേ. സർക്കിളിനെ 4ആയിട്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ കണ്ടിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർക്കിളിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ അല്ലേ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയനെ ഇവിടെ 0, ഈ ഒരു ഭാഗത്തിൻ്റെ ഒ എ ബി എ എന്ന പോർഷൻ്റെ ഏരിയയെ കണ്ടിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, ഏരിയ ഓഫ് ദ സർക്കിൾ അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം.
ഏരിയ ഈസ് ഈക്വൽ ടു ഫോർമുല നമുക്കറിയാം ഇൻ്റഗ്രൽ a to b y into dx. ഹിയർ a ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഇവിടെ ഏതാ? ഇവിടുത്തെ 0 ആണ്. ദെൻ ഇവിടെ ഏതാ വരുന്നത്? a. അതാണല്ലോ നമ്മുടെ ഇൻ്റർവെൽ അല്ലേ? അപ്പോൾ എന്ത് വരാം നമുക്ക്? ഇൻ്റഗ്രൽ 0 to a y dx. നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത്? വൈ ഈക്വൽ ടു. അപ്പം വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരുന്നുണ്ട്? വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ദെൻ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പം നമുക്ക് വൈ എന്താണെന്നുള്ളത് കിട്ടിയോ? ഇല്ലേ? നമുക്ക് തന്നിരിക്കുന്ന കർവിൽ നിന്ന് നമ്മൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ കണ്ടെത്തി. അപ്പോൾ അത് നമുക്ക് ഇതിലിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 0 ടു ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു മറക്കരുതേ 4 ഉണ്ട് അല്ലേ? ഓക്കെ, 4 ഇൻറ്റു 0 ടു എ വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇതുവരെ ഓക്കെ ആയോ? ഏരിയ ഓഫ് ദ ബൗണ്ടഡ് കർവ് ഓർ സർക്കിൾ, ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 4 ഇൻറ്റു 4. എന്തിനാ? ഇവിടെ നമ്മൾ ഒരു ഭാഗത്തിൻ്റെ കാണുന്നുള്ളൂ, അതിൻ്റെ 4 ഭാഗം കൂടെ കൂടിയതാണ് നമ്മുടെ സർക്കിൾ വരുന്നത്. അപ്പോൾ 4 ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. ദെൻ 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ വൈ ഡി എക്സ്. ദെൻ 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ വൈക്ക് പകരം നമ്മൾ എന്ത് എഴുതി? ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി നമുക്കറിയാം എന്താണ് ആ സ്പെഷ്യൽ ടൈപ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ വരുന്നത്? എ ബൈ ടു അല്ല എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അല്ലേ? അപ്പം അതൊന്ന് നമ്മൾ എഴുതി നോക്കാം. ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് ബൈ ടു ഇതിൻ്റെയാണ്. അപ്പോൾ എക്സ് ബൈ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അതിനെ നമ്മൾ അപ്പർ വാല്യൂലോ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വെച്ച് കാണാം 0 ടു എ. ഇനി നേരെ അതിൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്യാം. എന്താ വരിക? എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എ കൊടുക്കുന്നു. എ ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് എ ബൈ എ. ഇവിടെ എ കൊടുത്തു കഴിഞ്ഞു മൈനസ് പിന്നെ 0 ആണ്. 0 കൊടുക്കുമ്പോൾ വല്ലതും ഉണ്ടോ? 0 ആയി കിട്ടി. ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഈ ടൈം എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. ഇവിടെ ബാക്കി എന്തുണ്ട്? എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1 എത്രയാ? സൈൻ ഇൻവേഴ്സ് 1 പൈ ബൈ 2. അപ്പം 4 ഇൻറ്റു എ സ്ക്വയർ ബൈ ടു ഇൻറ്റു പൈ ബൈ 2. അപ്പോൾ ഈ 4ഉം 4ഉം വെട്ടിപ്പോകുന്നു. ബാക്കി എന്തുണ്ട്? എ സ്ക്വയർ പൈ സെൻറ്റി അല്ലെങ്കിൽ സ്ക്വയർ എ സ്ക്വയർ പൈ എ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ എ സ്ക്വയർ പൈ എന്നോ. അപ്പം ഏരിയ ഓഫ് ദ സർക്കിൾ ഗിവൺ സർക്കിൾ ഏരിയ ഓഫ് ദ ബൗണ്ട് ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു എ സ്ക്വയർ പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പൈ എ സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കോളാം. തന്നിരിക്കുന്ന സർക്കിളിൻ്റെ ഫോമാണ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പം അതിൽ നിന്ന് നമ്മൾ വൈ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഏരിയ കൊടുത്തു. ഈ 4 ഇൻറ്റു എന്താ പറയുന്നത്? 4 ഇൻറ്റു ദ ഏരിയ ഓഫ് ബൗണ്ടഡ് റീജിയൺ. ഏതിലാ വരുന്നത്? ഒ എ ബി എ കണ്ടോ?
അപ്പോൾ 4 ഇൻറ്റു ഏരിയ ഓഫ് ദ ബൗണ്ടഡ് റീജിയൻ ഒ എ ബി എ അതാണ് നമുക്ക് ഏരിയ ഓഫ് ദ സർക്കിൾ കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അങ്ങനെ കൊടുത്തു, വൈക്ക് വാല്യൂ കൊടുത്തു, വൈയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദെൻ അതിൻ്റെ അപ്പർ വാല്യൂ ലോവർ വാല്യൂയും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളതിൽ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? ഈ 4ഉം 2 ഇൻറ്റു 2 4 ആണ്, 4ഉം 4ഉം ക്യാൻസലായി, ദെൻ a സ്ക്വയർ പൈ. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോബ്ലം നമുക്കൊന്ന് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു? സർക്കിളിൻ്റെ പ്രോബ്ലം ആണ്. ഇവിടെ ഇതാ നെക്സ്റ്റ് ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1. അത് എലിപ്സ് ആണ് അല്ലേ? x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള എലിപ്സ് ആണ്. എലിപ്സ് വേറെയും ഒരു എലിപ്സും കൂടി ഉണ്ടാവുമല്ലോ, അത് ഏതാ വരിക? x സ്ക്വയർ ബൈ b സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ a സ്ക്വയർ ഈക്വൽ ടു 1. രണ്ട് x ആക്സിസിലാണെങ്കിൽ അങ്ങനെ വരുന്നുണ്ട്, y ആക്സിസിലാണെങ്കിലാണ് y സ്ക്വയർ ബൈ a സ്ക്വയർ എന്നുള്ളത് വരുന്നത്. രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞ +1 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇതാ എലിപ്സിൻ്റെ ഞാൻ പിക്ചർ വരച്ചിട്ടുണ്ട്. ഇതേ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഈ ഒരു കളേർഡ് പോർഷൻ്റെ ഏരിയ കണ്ടിട്ട് അതിനെ 4 കൊണ്ട് 4ഉം സിമ്മട്രിക്കലാണ് അല്ലേ? 4 പോർഷനും അത് സിമ്മട്രിക്കലാണ്. അതുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഏരിയ ഓഫ് ദ എലിപ്സ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഗിവൺ എലിപ്സ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ട്? 4 ഇൻറ്റു ഇൻ്റഗ്രൽ. ഇനി നോക്കിക്കോളാം, നമ്മുടെ ഇതെന്തൊക്കെയാണ് വരുന്നത്? ഇൻ്റഗ്രൽ 0 ടു a ഇവിടുന്ന് മുതൽ ഇങ്ങോട്ട് അല്ലേ? ഇൻ്റഗ്രൽ 0 ടു a. ഇനി ഏത് ഭാഗത്തിൻ്റെയാണ്? ദ ഏരിയ. ആദ്യം അതിന് മുമ്പ് ഏരിയ ഓഫ് ദ റീജിയൻ. ഈ ഒരു റീജിയൻ ഏത് റീജിയണ്? OABO കണ്ടോ? ഏരിയ ഓഫ് ദ ഗിവൺ എലിപ്സ് ഈക്വൽ ടു 4 ഇൻറ്റു ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ OABO. ഈ OABO എന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയയുടെ 4 മടങ്ങാണ് അതിൻ്റെ എലിപ്സിൻ്റെ ഏരിയ. അപ്പം അങ്ങനെയാണ് നോക്കാം, നമുക്ക് ഈക്വൽ ടു 4 ഇൻറ്റു ദെൻ ഈ ഒരു പോർഷൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം ഫോർമുല ഇൻ്റഗ്രൽ 0 ടു a. വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാം, നോ പ്രോബ്ലം. 0 ടു a y dx. ഇപ്പം നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന ഫോർമുല എന്താണ്? x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1. ഇതിൽ നമുക്ക് എന്താ വേണ്ടത്? y സ്ക്വയർ ആണ് വേണ്ടത്. അപ്പം y സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് x സ്ക്വയർ ബൈ a സ്ക്വയർ. വാട്ട് ഈസ് y സ്ക്വയർ ഈക്വൽ ടു? ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. b സ്ക്വയർ ഇൻറ്റു 1 മൈനസ് x സ്ക്വയർ ബൈ a സ്ക്വയർ ഈസ് ഈക്വൽ ടു b സ്ക്വയർ എന്താ വരുന്നത്? b സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ a സ്ക്വയർ ഇസ് ഈക്വൽ ടു b സ്ക്വയർ ബൈ a സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ മൈനസ് x സ്ക്വയർ. ഇവിടെ a സ്ക്വയറിനെ മൾട്ടിപ്പിൾ ചെയ്തു, ദെൻ എക്സ് സ്ക്വയർ ബൈ ഓൾ ഡിവൈഡഡ് ബൈ a സ്ക്വയർ. അപ്പം എയും ബിയും നമുക്കറിയാം അതെന്താ? കോൺസ്റ്റൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എടുത്തു ദെൻ y ഈക്വൽ ടു റൂട്ട് ഓഫ് b സ്ക്വയർ ബൈ a സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ മൈനസ് x സ്ക്വയർ ഇസ് ഈക്വൽ ടു y ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ന് വരുമ്പോൾ എന്താ വരുന്നത്? അപ്പോൾ b ബൈ a അല്ലേ? അപ്പം b ബൈ a സ്ക്വയർ മൈനസ് x സ്ക്വയർ. b ബൈ a ഇങ്ങോട്ട് പുറത്തെടുത്തു. അപ്പം b ബൈ a റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ. ഇവിടെ സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് റൂട്ടിന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇനി അതേ രീതിയിൽ ഇവിടെ കൊടുത്തു നോക്കാം. ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു a. വൈക്ക് പകരം എന്ത് വരുന്നുണ്ട്? b ബൈ a റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ ഇൻറ്റു dx. b ബൈ a കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നമുക്കതിനെ വെളിയിലെടുക്കാം. ഇൻ്റഗ്രൽ 0 ടു a റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ dx.
ഈക്വൽ ടു 4b മൈനസ് എ. നേരത്തെ എന്താ പറഞ്ഞത്? എ റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ എന്തെന്നെ പറഞ്ഞത്? x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a. നമ്മുടെ ലോവർ വാല്യൂസ് ആൻഡ് അപ്പർ വാല്യൂ കൊടുക്കുന്നു. ഈക്വൽ ടു 4b/a. ഇതിൽ വാല്യൂസ് നേരത്തെ കൊടുത്തു അല്ലേ? അപ്പോൾ എ കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി പോകുന്നു. ദെൻ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് a/a. ഇത് 0 ആണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഈക്വൽ ടു 4b/a ഇൻറ്റു എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എത്രയാ? π/2. അപ്പോൾ ഇവിടെ 4 വെട്ടി. ദെൻ ഇതിൽ ഒരു എ ക്യാൻസലായി. ബാക്കി എന്തുണ്ട്? πab സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നോക്കൂ, ഏരിയ ഓഫ് ദ എലിപ്സ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു a y dx. ദാൻ y dxൽ ആ വൈക്ക് വാല്യൂ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ അതിൻ്റെ അപ്പർ വാല്യൂ ലോവർ വാല്യൂ കൊടുത്തു. നമുക്ക് ആൻസർ എത്ര കിട്ടിയത്? πab. അപ്പോൾ ഏതൊരു കർവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ നിന്നും y എന്നോ x എന്നോ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ x ആക്സിസിൽ ചെയ്തത് കൊണ്ടാണ്. ഇതേ രീതിയിലാണ് y ആക്സിസിൽ ചെയ്യുമ്പോൾ എന്താ ഇൻ്റർവെൽ വരുന്നത്? 0 to b. അപ്പം അങ്ങനെ ചെയ്യുക. ഏത് ആക്സിസ് ആണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് ചെയ്ത് അതിൽ കൊടുക്കുക. തന്നിരിക്കുന്ന കർവിൽ നിന്നും y എന്നുള്ളതിൻ്റെ ആൻസർ കണ്ടെത്തുക, അല്ലെങ്കിൽ x എന്നുള്ളതിൻ്റെ ആൻസർ കണ്ടെത്തുക. എന്നിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യുക, ഇൻ്റഗ്രൽ കാണുക, ദെൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോസ് നന്നായിട്ട് വാച്ച് ചെയ്യുക, നന്നായിട്ട് കാണുക, പ്രോബ്ലം എഴുതി ചെയ്ത് പഠിക്കുക. നന്നായിട്ട് എഴുതിയിട്ട് വേണം പഠിക്കാൻ. പ്രോബ്ലം ആകുമ്പോൾ, കാരണം ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞാലും എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലെത്തും. അപ്പോൾ മാത്സിൻ്റെ ഒരു കാര്യത ബാക്കിയൊക്കെ നമുക്ക് വായിച്ച്, തിയറീസ് ആണെങ്കിൽ നമുക്ക് വായിച്ച് പഠിക്കാം. പക്ഷേ പ്രോബ്ലം ഒരിക്കലും വായിച്ച് പഠിക്കാൻ പറ്റില്ല, ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് വീഡിയോസ് എല്ലാം വാച്ച് ചെയ്ത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി.